അങ്ങനെ രാവിലെയായി. ഇന്ന് എനിക്ക് പ്രത്യേകിച്ചൊരു പണിയുമില്ല. ഇന്നിപ്പോൾ എന്താ ചെയ്യുക? എൻ്റെ ഫ്രണ്ട് യാഷിൻ്റെ ഒരു കോള് എടുക്കട്ടെ. ഹലോ യാഷ, നീ എന്തിനാ വിളിച്ചേ? എടോ നീ ഓർഞ്ഞോ? എന്ത്? നീ പറഞ്ഞാലേ അറിയൂ. എടോ നമ്മളെ ഇവിടെ ഇല്ലേ സിറ്റിയിൽ ഒരു അടിപൊളി കാർ വന്നിട്ടുണ്ട്, നീ ഒന്ന് പോയി നോക്കുമോ? ആടാ യാഷേ, ശരി. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട് യാഷ് പറയണേ നമ്മളെ സിറ്റിയിൽ ഒരു അടിപൊളി കാർ വന്നിട്ടുണ്ട്. ഏതാണെന്ന് നമുക്കറിയില്ല, നമ്മളോട് പോയി നോക്കാൻ പറഞ്ഞ്. അപ്പോൾ നമുക്ക് R15 എടുത്ത് പോവാം. അപ്പോൾ നമുക്ക് അവിടെ എത്തി നോക്കാം. എവിടെയാണ് സ്ഥലം? നമ്മളെ കാർ ഡീലർഷിപ്പിൽ. അപ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്ക് വാങ്ങാം. കാരണം നമ്മളതിൽ ഒരു കാറും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഗൈസ്. ഇവിടെ എന്തോ ഒരു ആക്സിഡൻറ്റ് നടന്നുണ്ടല്ലോ, അതൊന്നും മൈൻഡ് പിന്നെ നമ്മളെ പേരിലേക്ക് കേസ് അയക്കോ പോട്ടെ. നമ്മളെ സ്ഥലത്തി. അപ്പോൾ എനിക്കെന്തായാലും കുറേ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും, കാരണം ഞാൻ ഹെൽമെറ്റ് ഇടാണ്ടാണ് വന്നത്. അപ്പോൾ അത് ആ സൈഡിൽ കാണുന്നതാണ് നമ്മളെ ഡീലർഷിപ്പ്. ഒന്ന് പോലീസ് കാറല്ലേ ഇത്? എന്താ നമുക്ക് അവിടെ നിന്ന് കയറുക? ബുഗാട്ടിയല്ലേ അറിയണല്ലേ? ഇതായിരിക്കും. ഹലോ ചേച്ചി, ഇതെന്തത്? എടാ എടാ ഇതില്ലേ ഒരു അടിപൊളി കാറാണ്, ബുഗാട്ടി ഷെറോൺ. ആണോ ശരിക്കും? ഇതെന്തിനാ അവിടെ പോലീസ്? എടാ അതാരും മോഷ്ടിക്കാൻ വെക്കാനാ. നീ എന്തിനാ വന്നേ? അതെ ചേച്ചി, എനിക്കിത് വാങ്ങണമെന്നുണ്ട്. ഇതിന് എത്രയാ? എടാ അത് $5 മില്യൺ. നീ തരുമോ? എന്താ ചേച്ചി തരുമോന്നൊക്കെ നിങ്ങൾക്ക് എന്നെ അറിയാത്തോണ്ടാ. നീ അതൊക്കെ വാങ്ങെങ്കിൽ ബാക്ക് ചേച്ചി എടുത്തോടാ. ഓക്കെ ചേച്ചി. ഇപ്പം എന്നോട് ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. ചേച്ചി ഇതിനെത്രയാ? എന്താ ചേച്ചി പുച്ചിക്കുന്ന ചേച്ചി? ഞാൻ അത് വാങ്ങി കളിച്ചിട്ടെ. അപ്പോൾ ഗൈസ്, ഇവരെന്നെ കളിയാക്കി വിട്ട് $5 മില്യൺ ഉള്ള കാറാണ്. അപ്പോൾ ഞാനിത് ഇന്ന് തന്നെ വാങ്ങിയിരിക്കുക ഗൈസ്. എൻ്റെ ഭാഷയാണ്. എന്താ ചെയ്യുക? നമുക്ക് ഇവിടെ ഈ വണ്ടി ഇട്ടിട്ട് ഈ ആശിനെ വിളിച്ചിട്ട് കാര്യമില്ല. അവനെ ഈ വണ്ടി വന്നാൽ നമുക്ക് സോഹിത്തിനെ വിളിച്ചോട്ടെ. ഹലോ സോഹിത്തേ. എഴുന്നല്ലോ. ഹലോ സോഹിത്തേ, ഇവിടെ ഒരു അടിപൊളി ബുഗാട്ടി ഷെറോൺ ഉണ്ട്. അതിന് $5 മില്യണാ. എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് കാശ് എത്തിച്ചു തരാൻ പറ്റുമോ? എടോ എൻ്റെ തന്നെ കാശില്ലടാ, ഞാൻ എന്ത് ചെയ്യൂ? എടാ സോഹിത്തേ, എടാ ഒരു $5 മില്യൺ തരാ. എന്തെങ്കിലും വഴി ഉണ്ടോ കാശില്ലെങ്കിൽ? ഒരു വഴി ഉണ്ട്. നിനക്ക് ഉള്ള കാറെല്ലാം വിൽക്കാൻ പറ്റുമോ? എൻ്റെ കയ്യിൽ കാറില്ലല്ലോ. എന്നാ എന്തെങ്കിലും സാധനം മോഷ്ടിക്കാരോട് വീട്ടിൽ കയറിയിട്ട്. എടാ ഇനി ഇവിടെ ആൾക്കാരൊക്കെ പാവാടാ. ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ നീ മോഷണം ചെയ്യേണ്ടി വരും. നീ പറ നോക്കട്ടെ. ബാങ്ക് റോബറി ചെയ്യാൻ പറ്റുമോ? എടാ സോഹിത്തേ, അതിന് ഇവിടെ നീ കൊണ്ടുവച്ചിട്ടുണ്ടോ ബാങ്ക്? എടോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എടാ ഇവിടെ എവിടെ ഇല്ലടാ, ഈ സിറ്റി മൊത്തം കറങ്ങിയവനാണ് ഞാൻ. ആണോ? എന്നാൽ നീ അപ്പുറത്ത് സിറ്റി പോയി നോക്ക്. ഞാൻ എന്തായാലും നോക്കി. എടാ എനിക്കൊരു ഐഡിയ കിട്ടി. എടാ സോഹിത്തേ നീ നോക്കി, ഞാൻ ഐഡിയ നോക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ സിറ്റിയിൽ പോകാൻ പോവാണ്. അതിന് മുമ്പ് ഈ വണ്ടിയും ഉണ്ടാവില്ല. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ പ്രൈവറ്റ് ജെറ്റാണ്. അവനെ തന്നെ നമുക്ക് വിളിച്ച് നോക്കാം. അഭിഷേകാണ് അവൻ്റെ പേര്. അതിന് നമുക്ക് ചോദിക്കാം അവിടെ ഒരു വണ്ടി സെറ്റ് ആക്കി തരാം. ഹലോ അതാരത്? എടാ അഭിഷേകല്ലേ? ഞാൻ തന്നെയാണ്. എടാ ഞാനില്ലേ, നീ ഇപ്പോഴും മറ്റേ കാർ സിറ്റിയിലല്ലേ? ആടാ ഞാൻ അവിടെ തന്നെയാണ്. എന്താ പറയ്? ഞാൻ അങ്ങോട്ട് വരികയാണ്. എനിക്കൊരു ചെറിയ പണിയുണ്ട്, ബിസിനസ്സാണ്. നിനക്ക് നല്ല ജോലിയൊക്കെ കിട്ടിയോ? കുടിച്ചോ? താങ്ക് യു. ഞാനിപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ നിനക്ക് എനിക്കൊരു കാർ സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? കാറ് ഇല്ലല്ലോടാ. എന്നാൽ കാറാണ്, ബൈക്കെങ്കിലും. ഒരു ബൈക്ക് ഉണ്ട്, R15 ഉണ്ട്. ശരി വേഗം സെറ്റ് ആക്കിയൊക്കെ. എൻ്റെ പ്ലെയിൻ ഇപ്പം എടുക്കും. ഓക്കേടാ ബൈ. അപ്പോൾ നമ്മളെ പ്ലെയിൻ ഇതാ ടേക്ക് ഓഫ് എടുക്കുന്നു. റൺവേയിലല്ല, അത് എവിടെയും കൊണ്ടിരിക്കാണ്ടെന്നാ ഭാഗ്യം. ഓക്കെ, അപ്പോൾ അത് ടേക്ക് ഓഫ് എടുത്തു. ഇനി നമുക്ക് അപ്പുറത്ത് സിറ്റി കാണാം. എൻ്റെ ബൈക്ക് അവിടെ വെച്ച് പോയി ഗൈസ്. പിന്നെ നമുക്ക് അപ്പുറത്ത് സിറ്റി കാണാം. അപ്പോൾ അവിടെ എത്തി. ഇതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ മതിൽ. അവിടെ ഞാൻ കുറേ നടന്നു. ഇവിടെ എവിടെയാണ് ബൈക്ക് എന്ന് പറഞ്ഞത്? അയ്യോ ഇതാണോ? R15 ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഇത് R15 ആണല്ലോ. ഇവൻ ഇത്ര പൈസ തന്നെയാണ് R15 ഒക്കെ വെച്ചിടേ. എനിക്കല്ല ഈ ബൈക്ക് കിട്ടിയുണ്ടല്ലോ. ഞാൻ അംബാനിക്ക് സാത്ത് പണക്കാരനായി പറയാം. നോക്കാം. ഞാൻ ബൈക്ക് കയറി. നമുക്ക് ബാങ്ക് റോബർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ആദ്യം പോയി ബാങ്ക് പിടിക്കാം. അപ്പോൾ നമ്മളിവിടെ എത്തി. ഈ ബൈക്ക് അറിയാണ്ട് വീണുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ബാങ്ക് ഗൈസ്. കയറി വെക്കാം. എൻ്റെ കയ്യിൽ ഈ ഒരു തോക്കുണ്ട്. ഇതിന് അത്യാവശ്യം ബുള്ളറ്റും ഉണ്ട്. ഇപ്പോൾ അറിയില്ല ഗൈസ്, കയറി വെക്കാം. വിക്കറി പിള്ളേരെ, ഇതെന്താ ഞാൻ കുടുങ്ങി? അയ്യോ ഗൈസ്, എന്നെ വേണ്ടി ഞാനങ്ങ് പറപ്പിച്ചിട്ടാണ് ഗൈസ്. കവർ എടുക്കൂ. കവർ
ഫിഷിക്കാനാണ് ഗൈസ്, കയ്യിൽ എടുക്കൊന്നുമില്ല. ഇത് കുറച്ച് പണിയാണ് ഗൈസ്. നമ്മൾ ഇവിടുത്തെ 4 പേരെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവനെയും കൂടെ കൊല്ലാം. ഓക്കെ ഗൈസ്, പിന്നെ നമുക്കൊന്ന് മുകളിലോട്ട് പോയി നോക്കാം. മുകളിലായിട്ടില്ല ഇവരെ ബാങ്ക്. ഓ എനിക്ക് ഇവരെയൊക്കെ കൊല്ലുമ്പോൾ എന്താ മതി. ഇത്രയൊക്കെ ഞാൻ ആദ്യം കൊല്ലുന്ന ഗൈസ്. ഗൈസ് അവിടെ ആരുടെ തലടിച്ചു പോകണം. ഈ സ്റ്റെപ്പ് കയറിയപ്പോൾ കുറച്ച് സർക്കസ് കളിച്ചായിരുന്നു. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, എൻ്റെ ബ്ലാക്ക് ഡ്രസ്സ് പോയിട്ടോ. അതെങ്ങനെയാ വെച്ചാൽ ഞാൻ ആ വഴി തപ്പിയില്ലേ. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വേർത്ത് കുളിച്ചിട്ട് എന്നെ മണത്തിട്ട് നിൽക്കാൻ വയ്യ. അതാണ് ഞാൻ അപ്പുറത്തെ കടയിൽ കയറിയിട്ട് മാറ്റിയെടുത്ത്. ഇത്ര സ്വർണം. ഇപ്പോൾ ഇതിന് ചാവിയാണല്ലോ, നമുക്ക് താഴത്ത് പോയി ചാവിയപ്പം. അപ്പോൾ ഞാൻ അതിനൊന്ന് കുറച്ചും കൂടെ ശ്രദ്ധിച്ചു നോക്കി. അതിന് 4 ചാവി വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് 4 ചാവി തപ്പേണ്ടി വരുന്നത്. നമുക്ക് തോക്കെടുത്ത് പുറത്തിറങ്ങാം. എവിടത് വൈസ് നമുക്ക് ഇവിടെ വരെ ചെക്ക് ചെയ്ത് തുടങ്ങാം. വൈസ് നമുക്ക് 1 ചാവി കിട്ടി. ഇനി ബാക്കി 3 കൂടെ തപ്പാം. വൈസ് നമുക്ക് 1 കൂടെ കിട്ടി. ഇനി നമുക്ക് 2 കൂടെ ഗൈസ്. വൈസ് നമുക്ക് 1 കൂടെ കിട്ടി. ഇനി 1 കൂടെ. അതെനിക്ക് ഇവിടെ ഇല്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മുകളിലേക്ക്. അപ്പം ഞാൻ പെട്ടെന്ന് ഓടിക്കോട്ടെ. ചോട് ക്ഷീണമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളെ 4 ചാവിയും കിട്ടി. ഞാൻ വേഗം പോയി ലോക്കർ നോക്കട്ടെ, അല്ലെങ്കിൽ പോലീസുകാർ വരും. അയ്യോ, ഞാൻ പെട്ടെന്ന് താഴ്ത്തിട്ട് എൻ്റെ ബാഗ് എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് തുരുമ്പടിച്ച ടൈപ്പാണ് ബാഗ് എടുത്തത്. അതാകുമ്പോൾ ആർക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വേഗം തുറക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളത് തുറന്നു. നമുക്ക് വേഗം കയറിയല്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊക്കെ ലൂട്ട് ചെയ്ത് 5 മില്യൺ ആക്കിയിട്ട് ഞാൻ പോകും ഗൈസ്. നമുക്ക് വേഗം ലൂട്ട് ചെയ്യാം. വേഗം എടുത്തോ, എല്ലായിടത്തോ. ഞാൻ എല്ലായിടത്തും മോഷ്ടിച്ചു. ഗൈസ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു 4 സ്റ്റാർ 5 സ്റ്റാർ ഒക്കെ പോലീസുകാരുടെ താഴത്ത്. പെട്ടെന്ന് അവരെ നിന്നൊക്കെ ഓടിയിട്ട് അവൻ്റെ വീട്ടിൽ പോയിരിക്കാൻ. എന്നിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം തിരിച്ചങ്ങോട്ട് പോകാമെന്ന്. നമുക്കെന്നാൽ അതന്നെ ചെയ്യാം. നല്ലൊരു തോക്കുണ്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു ബോബിടാം. ആൾക്കാരാണ് ഓടിക്കോ. എല്ലാം കൂടെ തന്നെ ചാവും ഗൈസ്. നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ നമ്മൾ ഈ പ്ലെയിനിൽ ഒന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ എന്തൊരു യാത്ര എന്നറിയോ. അതിൻ്റെ ഇടയിൽ ഞാൻ കടയിൽ കയറി ഡ്രസ്സും മാറ്റി ക്ലീൻ ഷേവും ചെയ്ത് വന്നിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ചെയ്തെന്നുണ്ടോ ഈ മുടി എന്താ അങ്ങനെയാണ്. അപ്പോൾ സത്യം പറഞ്ഞ ഗൈസ് ഒരു വിഗാണ് ഗൈസ്. പോലീസുകാർ ഇവിടെ തന്നെ മനസ്സിലാക്കണ്ടൊക്കെ. കാരണം ആ കാർ ഡീലറിൻ്റെ അവിടെ ഇതുണ്ടല്ലോ പോലീസ് വണ്ടി. ഗൈസ് നമുക്കപ്പോൾ ഇനി കാരണം എനിക്ക് അവരെയൊക്കെ തെറ്റാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തി. ഇവിടെ എപ്പോഴും വണ്ടി കാണുന്നുണ്ട്. ആരും മേടിച്ചില്ല അതിൻ്റെ അടുത്തും. ആ ഗൈസ് ഇവിടെ ഉണ്ട്. ആ പെണ്ണും ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ചോദിക്കാം, മാം ഞാൻ പറഞ്ഞൂലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളോട് ഈ വണ്ടി ഞാൻ വാങ്ങുന്നേ. എന്നാ ഈ ബാഗ് ഫുള്ള് പൈസ ഞങ്ങളങ്ങ് എടുത്തോ. ഗൈസ് അവരെൻ്റെ പൈസയും കൊണ്ടുപോയി. അതിൻ്റെ അടുത്ത് ഈ കാറിന് എൻ്റെയാണ് ഗൈസ്. പിന്നെ എന്നെ ആരും തടയാമില്ല. അപ്പോൾ നമുക്കങ്ങ് പോവാം. ഏതാ നമുക്ക് ആദ്യത്തെ ഡ്രൈവ് തന്നെ അവർ പറഞ്ഞവരെ തെറ്റിദ്ധരിക്കും. അപ്പം പക്ഷെ പോട്ടെ. രണ്ടാമത്തെ ആളെ അങ്ങനെ നമ്മളിവരെ റെസ്പെക്റ്റ് ഒക്കെ വാങ്ങിയപ്പോൾ നമ്മളിനി പോവാണ് ഗൈസ്. പറപ്പിച്ചിടാം. കാരണം ഇതിനി എൻ്റെ കാറാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ലൈഫും സെറ്റാകും. അയ്യോ ഇതെന്താ പറ്റി? സ്മൂത്ത് ലാൻഡിങ് ആയി ഗൈസ്. അപ്പോൾ നമുക്കിനി പോവാം. അയ്യോ